വാസുദേവായ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ. ശ്രീല ഗുരുദേവ് കി ജയ. ആനന്ദ കോടി വൈഷ്ണവൃന്ദ കി ജയ. നിത്യ ഗൗർ സ്ഥിതാനന്ദ പ്രേമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാ ഈ സത്സംഗത്തിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം അർപ്പിക്കുന്നു. കൂടാതെ എൻ്റെ ഗുരുജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇന്ന് നമുക്ക് കാണാനുള്ളത് ബ്രഹ്മദേവൻ ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ബാലകന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ കൊണ്ട് തൻ്റെ ആസ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ വന്ന തൻ്റെ തെറ്റെന്തെന്ന് മനസ്സിലാക്കുന്നു. ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് ചോദിക്കുന്നതായിട്ടും പിന്നെ ഭഗവാനെ ബ്രഹ്മദേവൻ വളരെയധികം വാഴ്ത്തി പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ പരമാനന്ദം അടയുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമുക്കിന്ന് കാണാനുള്ളത്. നമുക്ക് നോക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ. ഇപ്പം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ വായിച്ചു നിർത്തിയത് എന്തായിരുന്നു? അഘാസുരന്റെ വധമൊക്കെ ആയിരുന്നു അല്ലേ? അഘാസുരനെ എങ്ങനെയാണ് അല്ലേ തൻ്റെ ഗോപന്മാർ അവിടെ അഘാസുരൻ വന്നിങ്ങനെ ആ മൈതാനത്ത് പോലെ ആ പ്രദേശത്ത് വന്നിങ്ങനെ തൻ്റെ കൊക്കുകളൊക്കെ വിരിച്ച് കിടന്നു. അപ്പോൾ അത് ഒരു കളിക്കുന്ന മൈതാനമായിട്ട് കുട്ടികൾക്കൊക്കെ തോന്നി. കുട്ടികളെല്ലാം എന്ത് ചെയ്തു? അവിടെ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. പക്ഷെ ഭഗവാൻ കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് വല്ല അസുരനായിരിക്കുമോ? എന്നാലും ശരി, കളിസ്ഥലമായിട്ട് അപ്പോൾ കുട്ടികളും മായയിലും മുഴുകിയിട്ട് അവരെ കളിസ്ഥലമാണെന്ന് കരുതി അങ്ങനെ ആ വായിൽ കടക്കുന്നു. അപ്പോൾ ഇത് ദൂരെ നിന്ന് കണ്ട ഭഗവാൻ, അപ്പോൾ ഇവരുടെ സംസാരവും ഭഗവാൻ കേൾക്കുന്നുണ്ട് ദൂരെ നിന്ന്. പക്ഷേ അത് എന്താ പറയുക, നിഷ്കളങ്കരായിട്ടുള്ള ആ ഗോപന്മാർ അതിൽ ആ പശുക്കളും ഒക്കെ അതിൽ കയറിയതായിട്ട് കണ്ട ഭഗവാന് മനസ്സിലായി അവരെ ഭക്തരെ രക്ഷിക്കുകയും ചെയ്യണം, ഒരേ സമയം തന്നെ ഭഗവാന് ആ അസുരനെ നിഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നേരെ വന്നു. അവൻ്റെ ആ ഭഗവാനും ഈ കുട്ടികളുടെ ഒപ്പം തന്നെ അങ്ങനെ കയറി താനും കൂടെ ഉണ്ട്. അവർ കൃഷ്ണൻ നമ്മളെ രക്ഷിച്ചോളും, അതുകൊണ്ട് നമുക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇനി അസുരനാണ് ഇതെങ്കിൽ പോലും കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് ആ ഭക്തന്മാരുടെ ചിന്ത. ഇത് അപകടത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ചിന്തയോടുകൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ വന്ന് അങ്ങനെ ആ കൊക്കിൻ്റെ ഉള്ളിൽ കയറി നിന്ന് അവന് ശ്വാസം മുട്ടി അവൻ്റെ ബ്രഹ്മരന്ധ്രത്തിലൂടെ അവൻ്റെ ആയുസ് പുറത്തേക്ക് പോയി. അങ്ങനെയൊക്കെ
അങ്ങനെ കഴിഞ്ഞു. അത് വധിച്ചു, കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി. അവർക്കൊരു മായ പോലെ ഇതൊന്നുമല്ല, അകാസുരൻ എന്നാ മരിച്ചു കിടക്കുന്നതൊക്കെ കൊണ്ടു കുറേ കാലത്തോളം അവൻ്റെ തോല് തന്നെ അവിടെ കിടന്നു എന്നൊക്കെ പറയാം. അങ്ങനെ ഇരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് അവര് അതൊക്കെ തന്നെ ഇങ്ങനെ വാഴ്ത്തിയിരിക്കുന്ന സമയത്താണ് പിന്നെ തുടർന്ന് തന്നെ ഈ വനഭോജനം ഉണ്ടാവുന്നത്. വനഭോജനത്തിനായിട്ട് അവര് തയ്യാറെടുക്കുന്നത് ബ്രഹ്മമോഹന ലീല എന്നുകൂടെ ഈ ലീലയ്ക്ക് പേരുണ്ട്. ബ്രഹ്മാവിനെ പോലും മോഹിച്ച്, ബ്രഹ്മാവ് പോലും മോഹവലയത്തിൽ പെട്ടിട്ടുണ്ടായ ഒരു ലീല. അതുകൊണ്ട് ബ്രഹ്മമോഹന ലീല എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പൊ ഈ അകാസുര വധം കഴിഞ്ഞത് ഭഗവാന്റെ 5-ാമത്തെ വയസ്സിലാണ്. 5-ാമത്തെ വയസ്സിൽ, അത് കൗമാര പ്രായത്തില്. പിന്നെ 6 തൊട്ടങ്ങോട്ട് പൗഗണ്ഡമായി, പിന്നെ ഇത് കൂടി. അപ്പോൾ ഈ 5-ാമത്തെ വയസ്സിൽ നടന്ന കാര്യം കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നത് 6-ാമത്തെ വയസ്സിലാണ്. 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ബ്രഹ്മർഷി ഇങ്ങനെ പറയുമ്പോൾ പരീക്ഷിത്ത് ചോദിക്കുകയാണ്. പരീക്ഷിത് മഹാരാജ് ചോദിക്കുക, എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങ്? അത് അദ്ദേഹത്തിന് വളരെ ജിജ്ഞാസയായി. ഈ 1 വർഷം അപ്പൊ ഈ കുട്ടികള് വൃന്ദാവനത്തിൽ നടക്കുന്ന ഭഗവാന്റെ കൂടെ പോയിട്ടുള്ള ലീലകളെല്ലാം തന്നെ അവര് വീട്ടിൽ വന്ന് അതിഗംഭീരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് വിശദീകരിച്ച് എല്ലാവരും അച്ഛനമ്മമാരും വ്രജത്തിലെ എല്ലാ കുട്ടികളും പോയിട്ട് വരുന്നു പറയുന്നതൊക്കെ ഈവൻ പുറത്ത് പശുക്കൾ പോലും തൻ്റെ കാതുകൾ ഇങ്ങനെ വെച്ച് കൂർപ്പിച്ച് വെച്ച് കേട്ട് രസിക്കും, ആനന്ദിക്കും ഭഗവാന്റെ ഈ ലീലകള് എന്നാണ് ഭാഗവതം വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞ് രസിച്ച് അന്നത്തെ ദിവസം മുഴുവൻ അതേക്കുറിച്ച് പറഞ്ഞ് രസിച്ച് വീണ്ടും പിറ്റേ ദിവസം അവര് പൊതിക്കെട്ടുകളുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ വൃന്ദാവനത്തിലെ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഭഗവാനെ പ്രകീർത്തിക്കാനും ഭഗവാന്റെ ലീലകളെ കുറിച്ച് സ്മരിക്കാനും അല്ലാതെ അവർക്ക് മറ്റു സമയം കിട്ടിയിരുന്നില്ല എന്നാണ് അതിൽ ചുരുക്കം. അങ്ങനെ ഇതെന്താ 1 വർഷം കഴിഞ്ഞിട്ട് അവര് വന്ന് പറഞ്ഞു എന്നങ്ങ് പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കുറിച്ചുള്ള ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങളിൽ ലയിച്ച് മതിമറന്നിരിക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ. പക്ഷെ അങ്ങനെയുള്ളിടത്ത് എന്താ ഈ 1 വർഷം കഴിഞ്ഞും എന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, അത് ഇന്ന പോലെയാണ് നടന്നത്. അപ്പൊ അതിൻ്റെ ആ ഗ്യാപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞത് ബ്രഹ്മദേവൻ ഇവരെയൊക്കെ കൊണ്ടുപോയി അല്ലേ അദ്ദേഹത്തിന്റെ ബ്രഹ്മസ്ഥാനത്തൊക്കെ വെച്ചു. പക്ഷേ ബ്രഹ്മലോകത്ത് വെച്ചു. പക്ഷേ അതൊന്നും കുട്ടികളും അറിഞ്ഞില്ല, ഈവൻ ബ്രഹ്മദേവൻ പോലും അറിഞ്ഞില്ല, വീട്ടിലുള്ളവർ പോലും അറിഞ്ഞില്ല. ഈ 1 വർഷം സമയമെടുത്തെന്ന് പറയാൻ ബ്രഹ്മാവിന്റെ കണ്ണടച്ചു തുറക്കുന്ന സമയം ഭൂലോകത്തെ വർഷം 1 365 ദിവസമായി കഴിഞ്ഞു. അപ്പൊ ആ ഒരു ത്രുടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്രഹ്മദേവന്റെ ഒരു ത്രുടിയാണ്, ഒരു നിമിഷമാണ് ഇവിടെ ഇത്രയും അവധി വന്നത്. അപ്പൊ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ ഭഗവാന്? കൊണ്ടുവന്ന് അവർ വീട്ടിലൊക്കെ എത്തി പറഞ്ഞപ്പം ഈ 1 വർഷം കഴിഞ്ഞു എന്നാണ്. അതാണ് അതിൻ്റെ സാരാംശം മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പൊ ബ്രഹ്മദേവന്റെ സമയമായിട്ട് ഒരിക്കലും നമ്മുടെ ഭൗതിക ലോകത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയിലെ സമയം കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാനോട് കാണിച്ച ആ മായ, അല്ലെങ്കിൽ ഭഗവാന്റെ മായയിൽ ബ്രഹ്മദേവൻ പെട്ടുപോയത് അദ്ദേഹത്തിന് മനസ്സിലായി വന്നത് 1 നിമിഷം എടുത്തു. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുക. അതെങ്ങനെയാ നടന്നത്, എന്തായിരുന്നു സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കല് ഒരു ദിവസം ഒരു വനഭോജനത്തിലുള്ള തയ്യാറെടുപ്പാണ്. കൃഷ്ണനും കൂട്ടുകാരും ഒക്കെ കാലികളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ പോയി. അപ്പൊ ആ കാട്ടിൽ അവരെന്ത് ചെയ്യും? ചെന്നതിന് ശേഷം ഓരോ വൃക്ഷത്തിലൊക്കെ കൊണ്ടുവന്ന ഉറികളും, അതായത് ചിലര് ഇല കൊണ്ടുണ്ടാക്കിയത്, ചിലര് പാള കൊണ്ടുണ്ടാക്കിയത്, ചിലര് ലോഹം കൊണ്ടുണ്ടാക്കിയത് അങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള പാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം കൊണ്ടുവന്നിട്ട് അവരവരുടേതായിട്ടുള്ള ഭോജനങ്ങൾ ആ ഇതിലൊക്കെ കെട്ടിയിടുക. അവിടെയുള്ള മരക്കൊമ്പുകളിലൊക്കെ കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് അത് അഴിച്ചെടുത്ത് ഇരുന്ന് അവര് ഭക്ഷണം കഴിക്കും. ഇതാണ് അവരുടെ രീതി. അപ്പം എന്താണ്, ഇവർ മാത്രമല്ല, മരക്കൊമ്പുകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പൊ കുയിലുകളൊക്കെ കൂടി പാടി, മയിലുകൾ ആടുന്നത് പോലെ ചിലർ കളിച്ചു, കൊറ്റി ചിലർ അനുകരിച്ചു, ചിലർ മയിലുകളെ അനുകരിച്ചു. ഇങ്ങനെ ഇതൊക്കെ അവരുടെ കളി.
അപ്പോൾ അങ്ങനെ കളിക്കുക, ഹംസങ്ങളെയൊക്കെ അനുഗമിച്ചു. അങ്ങനെ അവരുടേതായിട്ടുള്ള അവരെയും പരിഹസിക്കും, ഈ മയിലുകളെയും പരിഹസിക്കുക. അങ്ങനെ അവരെ പരിഹസിച്ചും അങ്ങനെ അവരുടെ നർത്തന ആദികളൊക്കെ ഇങ്ങനെ കളിച്ചും, ഇതൊക്കെയാണ് ഇവരുടെ ലീലകളൊക്കെ. അങ്ങനെ അവരുടെ പ്രതിധ്വനികളൊക്കെ എടുത്ത് അങ്ങനെ അരങ്ങ് തകർത്ത് പൊടിച്ച് കളിക്കുകയാണ് ഇവർ. അപ്പോഴാണ് നോക്കുമ്പോൾ ഈ ആ സമയത്താണല്ലോ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ അഘാസുരം വന്നതും കടന്നതും. അവരൊക്കെ അകപ്പെട്ടു. അങ്ങനെ ഭഗവാന്റെ എത്തി. ആ ഭഗവാൻ അഘൻ വായടച്ചു, ഭഗവാൻ രക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ ഭഗവാൻ ഒരു നോട്ടം കൊണ്ട് തന്നെ അവരുടെ ആയുസ്സൊക്കെ രക്ഷിച്ചു. ആ ഒരു നോട്ടം കൊണ്ട് തന്നെ അവൻ്റെ എന്തു പറഞ്ഞ ആയുസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ഒരു നോട്ടം മതി രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ തന്നെ. അധികം ആയാസമൊന്നും എടുത്തണ്ട എന്നൊക്കെ കാണിച്ചു തരുന്നു നമുക്ക്. അപ്പോൾ മഹാഭാരത യുദ്ധവേളയിലെ ഇരു സൈന്യങ്ങൾക്കും ഇടയിലായിട്ട് പാർത്ഥസാരഥിയായിട്ട് ഭഗവാൻ ഒക്കെ അല്ലേ, രണ്ട് കണ്ണുകൊണ്ട് എതിർ സൈന്യത്തെ ഒഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ആയുസ് മുഴുവൻ അപഹരിച്ചു. നേരെ മറിച്ച് ആ മറ്റ് പാണ്ഡവ സൈന്യത്തെ നോക്കി അതേ കൺമിഴികൾ കൊണ്ട് തന്നെ അവരുടെ ആയുസ് വർദ്ധിപ്പിച്ച് ആരോഗ്യവർദ്ധനാദികൾ കൊടുത്ത് സംരക്ഷിച്ചു. അപ്പൊ നോക്കൂ ഭഗവാന്റെ. അപ്പൊ ആ വസ്തുത സ്വച്ഛന്ത മൃത്യുവായിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവര് ഇത് രണ്ടും ഒരേ സമയത്ത് മനസ്സിലാക്കിയതാണ്. ആ അന്തിമ ദർശന കാലത്ത് അതൊക്കെ ഭഗവാനെ കണ്ടപ്പോൾ കൗതുകത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആ നിമിഷ നേരത്തെ നോട്ടത്തിന്റെ ആ ശ്രേയസ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അഘാസുരമൊക്കെ വധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രഹ്മമോഹന ലീല ഉണ്ടാവുന്നത്. അതെങ്ങനെയാ ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങളെല്ലാവരും ക്ഷീണിച്ചുവല്ലോ, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭോജനമൊക്കെ എടുത്തിട്ട് വരുമോ, നമുക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങളൊക്കെ ക്ഷീണിതരായിട്ട് തോന്നുന്നു, എനിക്കും വിശക്കുന്നു, ഞാനും ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് വന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ഈ താമരപ്പൂവിന്റെ കർണിക എന്ന് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതിന്റെ കർണികയിൽ നിന്ന് തുല്യ ദൂരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന താമര ഇതളുകൾ, അതായത് ഗോപന്മാരെല്ലാം താമര ഇതളുകൾ പോലെ തോന്നി. ഭഗവാൻ അതിൻ്റെ നടുക്കുള്ള കർണികാരമായിട്ട്, അതിനെ മഞ്ഞച്ചിങ്ങനെ കുരുകുരാന്ന് ശ്രദ്ധിച്ചാലറിയാം, താമര നന്നായിട്ട് വിടർത്തിയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ആ ഭഗവാൻ ഇങ്ങനെ ആ നടുക്ക് കർണിക പോലെ ശോഭിച്ചു. ഗോപന്മാരെല്ലാം താമര ഇതളുകൾ പോലെ ഇങ്ങനെ ചുറ്റും ഇരുന്നു. അല്ലാതെ അവിടെ ഇവിടെയും പോയി ഇരുന്നിട്ടല്ല എല്ലാവരും കഴിക്കുക. അവരെപ്പോഴും ഭഗവാന്റെ അടുത്തായിട്ട് ഇങ്ങനെ താമര ഇതളുകൾ അടുങ്ങി ഇരിക്കുന്ന പോലെ എപ്പോഴും അടുത്ത് ഇരിക്കുള്ളൂ. അങ്ങനെ ഇരുന്നാണ് ഭക്ഷണം എല്ലാവരും എടുത്ത് കഴിക്കുന്നു. ഓരോരുത്തർ കൊണ്ടുവന്നത് ഭഗവാന് വായിൽ വെച്ചു കൊടുക്കുന്നു. ഇന്ന് എൻ്റെ അമ്മ വളരെ വിശിഷ്ടമായിട്ട് ഉണ്ടാക്കിയതാ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. അങ്ങനെ ഗോപന്മാരുടെ വായിൽ നിന്ന് അവരെടുത്ത് വെക്കുന്നു, ഭഗവാന്റെ വായിൽ നിന്ന് അവരും എടുത്ത് കഴിക്കുന്നു. നോക്കൂ, അവിടെ യാതൊരു ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ ഭഗവാൻ അവരിലൊരായിട്ടും, അങ്ങനെയാണല്ലോ ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശം തന്നെയായിട്ടാണല്ലോ അവിടെ കാണപ്പെടുന്നത്. അത് അന്യോന്യ പരസ്പര ആ ധാരണത്തോടു കൂടിയിട്ട് അവരിങ്ങനെ കഴിക്കുന്നത് കണ്ടു. അപ്പൊ ഭഗവാന് ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അപ്പൊ ഭഗവാന്റെ വേഷഭൂഷാദികളും പറയുന്നുണ്ട്. വയറിന് ചുറ്റും ഒരു വസ്ത്രം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അരയിൽ മറ്റൊരു വസ്ത്രം ഉണ്ട്, അതിനിടയ്ക്ക് തിരികെ വെച്ചിട്ടുള്ള ഓടക്കുഴല്, ആ ഓടക്കുഴൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ ദൂരെ നിന്ന് പശുക്കൾ ഇങ്ങനെ എത്തി നോക്കും, ഞങ്ങൾ പ്രസന്റ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ആ കൊമ്പും കുഴലും അങ്ങനെ കക്ഷത്തിൽ വെച്ച് ഇടത് കൈയിലെ സ്നിഗ്ധമായിട്ടുള്ള ചോറുരുള, ആ തൈരും മോരും നെയ്യും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ആ ഒരു ചോറുരുള ഇടത് കൈയിൽ വെച്ചിട്ടുമുണ്ട്. സിദ്ധമായിട്ടുള്ള ഒരു ചോറുരുള ഇടത് കയ്യിൽ വെച്ചിട്ട്, എന്നിട്ട് വിരലുകൾക്കിടയിൽ കൂടിയിട്ട് അതിൻ്റെ അംശങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എല്ലാവരും സങ്കല്പിക്കുക, ഭഗവാന്
എങ്ങനെയാണ് അവരിയ്ക്കുന്നതും അവർ കഴിക്കുന്നതും ഒക്കെ. അപ്പൊ ഭഗവാന്റെ കയ്യിലെ വിശേഷങ്ങളാണ് ഈ പറയുന്നത്. ഈ ചോറുരുള വെച്ചിട്ട് അതിൻ്റെ ആ ഓരോ വിരലുകൾക്കിടയിലൂടെ അതിൻ്റെ അംശങ്ങൾ ഒഴുകി വരുന്നതും ആ ഉരുള ഇങ്ങനെ സിദ്ധമായിട്ട് ശ്രദ്ധിച്ചു പിടിച്ചിട്ടുണ്ട്. അതിനോടിടയ്ക്ക് തന്നെ നർമ്മോക്തികൾ അവർ കുട്ടികൾ കാട്ടുന്നു, തിരിച്ചങ്ങോട്ട് പറയുന്നു. ആ കഴിക്കുമ്പോഴും ചില കളകൂചനങ്ങളൊക്കെ ഇവർ മിമിക്രി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ഇത് കേട്ടിട്ട് ഗോപന്മാര് ഭയങ്കരമായിട്ട് രസിച്ച് ചിരിക്കുന്നു. ഭഗവാനും ബലരാമനും ഒക്കെ ആർത്താർത്ത് ചിരിക്കുകയും ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കുന്ന സഖാക്കളെയൊക്കെ ഭഗവാൻ രസിപ്പിക്കുന്നുണ്ട്. അതാണ് ഭഗവാൻ എപ്പോഴും ജീവാത്മാക്കളെ രസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാരാംശമാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ അതിവിശിഷ്ടമായിട്ടുള്ള വനഭോജനം ഇന്ന് വരെ അങ്ങനെ ഒരു വനഭോജനം എന്നുവെച്ചാൽ വനത്തിലിരുത്തിയുള്ള അവരുടെ ഭക്ഷണം ഭുജിക്കല് നടന്നിട്ടില്ലെന്നാണ്. അത്ര അതിമനോഹരമായിട്ടായിരുന്നു അന്നത്തെ രംഗം. അപ്പൊ ഈ രംഗം കണ്ടിട്ട് സ്വർഗവാസികളൊക്കെ ഇങ്ങനെ സ്വർഗലോകത്ത് വന്ന് നോക്കി നിൽക്കുകയാണ്. അവരെ സ്തബ്ധരായിട്ട് നിന്നു. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ ചലിക്കാതെ, വേറൊന്നിലേക്കും ചലിക്കാതെ ഇത് മാത്രം ആനന്ദകരമായിട്ടുള്ള ഈ മഹത് അത്ഭുത കാഴ്ച കണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ്, വിസ്മയം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ യാതൊരു ദേവന്റെ പ്രീതിയാണോ തങ്ങളുടെ യജ്ഞത്തില് കർമ്മങ്ങൾ നിഷ്കർഷയോടെ ചെയ്യണമെന്ന് ശഠിക്കുന്നത്, ആ ഭഗവാനാണ്. നോക്കൂ, ഇപ്പൊ സഖാക്കളുടെ കയ്യിൽ നിന്ന് അവരുടെ ഭക്ഷണ സാധനവും മറ്റും തട്ടിപ്പറിച്ചെടുക്കുന്നു, കഴിക്കുന്നു. അവർക്ക് യജ്ഞഫലമാ എന്നോണം തൻ്റെ കയ്യിലെ ആ അംശങ്ങള്, ഭക്ഷണത്തിന്റെ അംശങ്ങൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു. നോക്കൂ അല്ലേ? അതായത് വലിയ അതീന്ദ്രിയ ധ്യാനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുന്നവര് അതിവിശുദ്ധമായിട്ട് ചെയ്യണം. ഹവിസൊക്കെ യജ്ഞത്തിൽ അർപ്പിക്കുന്നത്, അഗ്നിയിൽ അർപ്പിക്കുന്നത് ശുദ്ധമായിരിക്കണം. അശുദ്ധി ഒന്നും വരാൻ പാടില്ല. എത്ര പ്രാവശ്യം ആചമന ജപിച്ചും ഒക്കെ ചെയ്യുന്നത് ഇവിടെ നോക്കിക്കേ. അന്യോന്യം ഗോപന്മാരുടെ വായിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമുള്ള കൈമാറ്റം, ആ ഭോജനം അതിവിശിഷ്ടമായിട്ട് ഇവരിങ്ങനെ അതിശയകരമായിട്ട് നോക്കി നിൽക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള ലളിത മനോഹരമായിട്ടുള്ള ആ കാഴ്ച കണ്ട് അവരൊക്കെ കോരിത്തെരിച്ച് നിൽക്കുന്നു സ്വർഗലോകവാസികൾ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മദേവൻ നോക്കുമ്പോൾ ഈ സ്വർഗലോകവാസികളെ ഒന്നും കാണുന്നു. ഇവർക്ക് എവിടെ പോയിരിക്കുന്നു? ബ്രഹ്മലോകത്ത് നോക്കുമ്പോൾ അപ്പൊ നോക്കും, ഇതെന്താ ഇവരെല്ലാം ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുന്നത്? ആ അത്ഭുത കാഴ്ച എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവനും അവിടേക്ക് എഴുന്നള്ളി വരികയാണ് ചെയ്യുന്നത്. ദേവൻ നോക്കിയപ്പോൾ ഇങ്ങനെ കർണികാരത്ത് ഈ പൂക്കളുടെ ഇടയിൽ ഭഗവാൻ ഇങ്ങനെ അതിശോഭിച്ചു നിൽക്കുന്ന കണ്ട ആ മനോഹര രൂപവും ആ മനോഹര പ്രവൃത്തിയും ആ മനോഹരമായിട്ടുള്ള രൂപ സാദൃശ്യം എല്ലാം കണ്ട് അദ്ദേഹം അതിലും വലുതായിട്ട് കോരിത്തരിച്ചു ഒരു നിമിഷം. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്മൃതിയിലേക്ക് വരികയാണ്, ഈ ആത്മാക്കൾ, ഈ ഗോപന്മാരൊക്കെ എന്താ ഇങ്ങനെ ഈ ഒരു വെറും വൃന്ദാവന ഗോപാലനായിട്ടുള്ള ആ ഗോപാലന്റെ പുറകെ ഇത്രയും ശ്രേഷ്ഠമായിട്ട് മാറാൻ കാര്യം, ഇത്രയും ഇതായിട്ട് അവര് സ്നിഗ്ധമായിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഇത്ര ആദരവോട് കൂടിയിട്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞാനല്ലേ സൃഷ്ടികർത്താവ് ഇവരുടെയൊക്കെ? പക്ഷെ എനിക്ക് പോലും ലഭിക്കാത്ത ഈ ആനന്ദകരമായിട്ടുള്ള അനുഭൂതിയും ഈ ആനന്ദകരമായിട്ടുള്ള ആദരവും ബഹുമാനവും ഇതൊക്കെ എങ്ങനെ ഈ വെറും ഗോപാലന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നോക്കുമ്പോ ഗോപന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ആസ്വദിക്കുന്നു. അവരുടെ പശുക്കളോ, ഗോപന്മാരെല്ലാം മറന്നു, അവരുടെ പശുക്കളോ അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ദൂരെ മാറി നിന്ന് പശുക്കുട്ടികൾ പുല്ലിന്റെ പച്ചപ്പും തഴപ്പും ഒക്കെ നോക്കി അവർ പതുക്കെ ഇങ്ങനെ തിന്ന് അവര് കാട്ടിലേക്ക് കയറി. പശുക്കളൊക്കെ കാട്ടിലേക്ക് കയറി. ഇവരിവിടെ വനഭോജനം നടക്കുന്നു. അങ്ങനെ അവരെ ഗോപന്മാർ ഒരു നോക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പശുക്കളെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അയ്യോ നമ്മുടെ പശുക്കളൊക്കെ എവിടെ പോയി? അല്പം ഒന്ന് അവര് പരിഭ്രമിച്ചു, പശുക്കളെ കാണാതെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എല്ലാവരും പതുക്കെ എഴുന്നേക്കാൻ നോക്കി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇരിക്കൂ, എല്ലാവരും അവരവരുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് നിങ്ങൾ ആ ഭോജനം ആസ്വദിച്ച് കഴിക്കൂ. ഞാൻ പോയിട്ട് നിങ്ങൾ ഊണ് കഴിക്കൂ, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ ഭഗവാൻ പതുക്കെ കാട്ടിലേക്ക് പോവാണ്. അപ്പൊ കണ്ണൻ കയ്യില്, അപ്പൊ ആ രൂപം ഒന്ന് ആലോചിച്ചണം. കണ്ണൻ കയ്യില് ആ പാതി കഴിച്ച ഉരുളയും ഇവർക്കൊക്കെ പങ്കിട്ട് കൊടുത്തിട്ട് പാതി കഴിച്ച ഉരുള ഒരു കയ്യില്, ആ ഓടക്കുഴലൊക്കെ തിരികിയിട്ടുണ്ട്. അങ്ങനെ ആ പശുക്കുട്ടിയെ അന്വേഷിച്ച് പതുക്കെ കാട്ടിലേക്ക് പോയി. അങ്ങനെ ആ കാട്ടിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത്
അങ്ങനെ പോകുന്നത് ആര് കണ്ടു? ഈ ബ്രഹ്മദേവൻ കണ്ടു. ബ്രഹ്മദേവൻ നോക്കുന്ന സമയത്ത് ഇതാണ് കാണുന്നത്. അതിനു മുമ്പ് ആസ്വദിച്ച് കഴിച്ച സ്വർഗലോകവാസികളാണ് ആ കാഴ്ച മനോഹരമായിട്ട് കണ്ടത്. അപ്പൊ ബ്രഹ്മദേവൻ വന്ന് നോക്കിയപ്പോൾ ഭഗവാൻ പശുക്കളെ അന്വേഷിച്ച് ആ കാട്ടിലേക്ക് കടക്കുന്നു. ഇവരിങ്ങനെ ഈ കർണികാര താമര ഇതൾ പോലെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് കഴിക്കുന്നു. അവര് ആ ഭഗവാൻ പോയ വഴിയേ നോക്കിയിരുന്ന് അവര് ഈ ഭോജനം ആസ്വദിക്കുന്നതായിട്ട് കണ്ടു. ആ സമയത്ത് പോലും അവര് ഭക്ഷണത്തിലാണെങ്കിൽ പോലും അവരവരുടെ കണ്ണ് ഭഗവാന്റെ മേനിയിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ദേവൻ ഇത് കണ്ടു. ബ്രഹ്മാവ് ഭഗവാന്റെ മഹിമയുടെയൊക്കെ പ്രദർശനം അല്പം കൂടി ഒന്നുകൂടെ കാണട്ടെ എന്ന മട്ടില് ഒരു തമാശ ഒന്ന് കളിക്കാം, ഒരു തമാശ ഒന്ന് ഒപ്പിക്കാന്നൊക്കെ ഇങ്ങനെ തീർച്ചയാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങോട്ട് മാറിയ സമയത്ത് ആ പശുക്കുട്ടികൾ അത്രയും തൻ്റെ മായ കൊണ്ട് അങ്ങോട്ട് മറച്ചു. ഭഗവാൻ പശുക്കളെ അന്വേഷിച്ചാൽ പോണേന്നറിയാം, പശുക്കളെ അങ്ങോട്ട് മറച്ചു. അങ്ങനെ ഭഗവാൻ കാട്ടിൽ നോക്കിയാൽ മേയുന്ന സ്ഥലത്തൊന്നും പശുക്കളെ കാണുന്നില്ല. കുറേ ഓടക്കുടലൊക്കെ വിളിച്ചു നോക്കി. ഓരോരുത്തരുടെ പേര് കാലി, കാളി, നന്ദിനി, മേദിനി ഇങ്ങനെയൊക്കെ പേരുണ്ട്. ആ പേരുകളൊക്കെ വിളിച്ചു നോക്കി, ഗൗരി അങ്ങനെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് ആരും, പ്രധാന പശുക്കളൊക്കെ ഓടി വരും ഭഗവാൻ വിളിച്ച, പക്ഷെ ആരും വരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? എന്താന്നിങ്ങനെ ചിന്തിച്ച് ശരി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഊണ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ഭഗവാൻ പതുക്കെ തിരിച്ചു വന്നു. അവരോട് പറയാം എന്നാ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അടുത്ത കളി കളിച്ചു. ഈ കുട്ടികളെയും അങ്ങ് മറച്ചു. അങ്ങനെ കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ കുറച്ചു നേരത്തേക്ക് എല്ലാവിടവും തിരഞ്ഞു ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ നോക്കി. അപ്പൊ എല്ലാവരുടെയും പ്രീതിക്കായിക്കൊണ്ടിട്ട് താനും ഒരു സൂത്രം പ്രയോഗിക്കാന്ന് ഭഗവാന് നിശ്ചയിച്ചു. അല്ലേ, ത്രികാലജ്ഞാനിയാൽ ദീർഘവീക്ഷണമുള്ള ദീർഘദൃഷ്ടിയായിട്ടുള്ള അല്ലേ ഭഗവാൻ, എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കുന്ന ഭഗവാൻ എന്താ ഇതൊക്കെ മനസ്സിലാക്കാൻ? ഭാവഗ്രാഹി ജനാർദ്ദനനായിട്ടുള്ള ഭഗവാന് തൻ്റെ തൃക്കണ്ണുകൾ അടച്ചപ്പോൾ ബ്രഹ്മദേവനെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു. കണ്ടിട്ട് ഒരു പുഞ്ചിരിയാണ് ഭഗവാൻ, ഒരു മന്ദഹാസം വന്നു, ഒരു പുഞ്ചിരി വന്നു. ശരി, ഞാനും പണി ഒപ്പിക്കാം എന്ന് ഭഗവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എത്ര പശുക്കുട്ടികളുണ്ടോ, 10,000 അല്ല ലക്ഷക്കണക്കിനാണെന്ന് പറഞ്ഞത്, ലക്ഷക്കണക്കിന് പശുക്കുട്ടികളുണ്ടോ, ആ ലക്ഷക്കണക്കിന് പശുക്കുട്ടികളായി ഭഗവാൻ അങ്ങോട്ട് വിസ്തരിച്ചു. അതില് മുടന്തനായിട്ടുള്ളതുണ്ട്, കേൾവിയില്ലാത്തതുണ്ട്, അന്ധനായിട്ടുള്ളതുണ്ട്, ഗോപന്മാരും പശുക്കുട്ടികളും ഇതൊക്കെ ഈ സെറ്റിൽ പെടുന്നതാ. അന്ധതയിലും ബധിരതയിലും മൂകതയിലും ഒക്കെ പെടുന്നത്. അതുമാത്രമല്ല, ഒരു ഗോവന്റെ അല്ലെ ഒരു പശുവിന്റെ ഒരു പുള്ളി എവിടെയെങ്കിലും ഉണ്ടോ, ആ പുള്ളി വള്ളി വിടാതെ എല്ലാം തഥാസു ഡൂ 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 എന്ന് നമ്മൾ എഴുതില്ലേ, അതുപോലെ തഥാ തഥാ തഥാസുവായിട്ട് അങ്ങോട്ട് നിർമ്മിച്ചു ഭഗവാൻ. എന്താ അല്ലേ പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാന്, സർവസൃഷ്ടി പാലകനായിട്ടുള്ള ഭഗവാന് ഇതൊക്കെ സൃഷ്ടിക്കാൻ എന്താ ബുദ്ധിമുട്ട്. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ചു, ആർക്കും മനസ്സിലാവില്ല. അതുപോലെ ഗോപന്മാരെല്ലാം അങ്ങനെ തന്നെ, അവരുടെ ചേഷ്ടകളും അങ്ങനെ തന്നെ. അങ്ങനെ ഭഗവാൻ വിസ്തരിച്ചു. ഇവരൊക്കെ ആയിട്ട് പശുക്കളായിട്ടും ഗോപന്മാരൊക്കെ ആയിട്ട് അങ്ങനെ വിസ്തരിച്ചു. അവരുടെ കയ്യിലുള്ള കാലിക്കോല് പോലും അതാതുപോലെ ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ തന്നെയായിരുന്നു. അങ്ങനെയായി. അങ്ങനെ നിർമ്മിച്ചിട്ട് ഇവിടെ ഇവിടെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ, അല്ലേ? അത് മനസ്സിലാക്കുമല്ലോ നമുക്ക്. അപ്പൊ ഈ ജഗത്ത് മുഴുവനും വ്യാപനം ചെയ്തല്ലേ ഭഗവാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്താ ബുദ്ധിമുട്ട്? സർവം വിഷ്ണുമയം എന്ന വാക്യം ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് ഭഗവാൻ പശുക്കുട്ടികളും പശുപാലന്മാരുമായിട്ട് വിരാജിച്ച ആ രംഗം എത്രമേൽ അത്ഭുതം എന്ന് കരുതുക. അങ്ങനെ വൈകുന്നേരമായി. ഇത് ഉച്ചയ്ക്കൊക്കെ നടക്കുന്ന സംഭവമാണ്. വൈകുന്നേരമായി, അവരവിടെയൊക്കെ കളിച്ചു നടന്നു. അങ്ങനെ വൈകുന്നേരം എല്ലാവർക്കും വീട്ടിലേക്ക് എത്തണ്ടേ. അപ്പൊ വീട്ടിലെത്തപ്പോഴത്തേക്ക് എല്ലാവരും അതുപോലെ, അവരെ ആരെയും പഠിപ്പിക്കണ്ട, പുതിയവരാണെന്നൊന്നുമില്ല. എപ്രകാരമാണോ അവര് നിത്യേന ചെയ്തിരുന്നത് അതുപോലെ അവരെല്ലാം നേരം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവര് പൊടിയും ചേറും ഒക്കെ കൊണ്ടിട്ട് മുഖവും മുടിയും ഒക്കെ പൊടികളൊക്കെ ആയിട്ട് ചേറൊക്കെ ആയിട്ട് കളിച്ച് തിമിർത്ത് കളിച്ച് ക്ഷീണിച്ച് വരുന്ന പോലെ തന്നെ അവര് ജാഥയായിട്ട് തന്നെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് വന്നു. അപ്പൊ ഗോപാലന്മാരോട് അപ്പൊ ഈ വന്ന അന്നത്തെ ദിവസം ദൂരെ കണ്ടപ്പോ തന്നെ ഈ ഗോപന്മാരും ഈ പശുക്കുട്ടികളുടെ അമ്മമാരായിട്ടുള്ള പശുക്കള് അവരുടെ ശാലയില്
ഗോശാലയിലുണ്ട്. അതൊക്കെ കയറ് പൊട്ടിച്ചിട്ട് ഓടി വന്ന് താന്താങ്ങളുടെ പുത്രന്മാരെയൊക്കെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു. ഗോപന്മാരും അവരുടെ അമ്മമാരും ഒക്കെ ഈ കുട്ടികളെ കണ്ട് വളരെയധികം അത്യാനന്ദം, അവർക്ക് ആനന്ദം കൊണ്ട് അവരുടെ സ്ഥലങ്ങൾ ചുരന്നു എന്നാ പറയുന്നത്. അപ്പൊ അവരെല്ലാം ഓടി വന്ന് കുട്ടികളും അത്ഭുതപ്പെട്ടു, എന്തേ ഇത്ര അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ അവർ കുട്ടികളെ കൊണ്ടുപോയി കുളിപ്പിച്ചു, ചന്ദനം തൊടിയിച്ചു, അവർക്ക് വസ്ത്രാദി ആഭരണാദികളൊക്കെ അണിയിച്ചു, മൃഷ്ടാന്ന ഭോജനമൊക്കെ കൊടുത്ത് ഭഗവാന്റെ ലീലകളൊക്കെ പാടി അവരെ ഉറക്കി. അങ്ങനെ ഭയങ്കര ആനന്ദ നിർവൃതിയിൽ എല്ലാവരും, പശുക്കുട്ടികളും അങ്ങനെ തന്നെ. അപ്പൊ ശ്രുതിയിലൊക്കെ പറയാറുണ്ട്, പ്രിയൻ പ്രിയയായി ഭവിക്കുന്നത് പ്രിയന് വേണ്ടിയല്ല, അല്ലെ, ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ പ്രിയനായി. ആത്മാവിനെ ഓരോരോ ആത്മാവിനെയും ജീവാത്മാവിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ കാട്ടിയിരുന്നത്, അല്ലാതെ ഭഗവാൻ ആനന്ദിക്കാനായിട്ടൊന്നും അല്ലല്ലേ. ഭഗവാൻ ആത്മാരാമനായി സദാ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവാത്മാക്കള് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആനന്ദങ്ങള് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ജായപ്രിയായിട്ട് ഭവിക്കുന്നത് ആ ജായയ്ക്ക് വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടിയാണെന്ന് കൂടെ നമുക്ക് കാട്ടിത്തരുന്നു. അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ ഭജിക്കുന്നവർ, ഭഗവത് സേവനം ചെയ്യുന്നവർക്ക് ഇതേ ആനന്ദം ലഭിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഭഗവാൻ ഇതിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്, ജീവാത്മാക്കൾക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ പരമാത്മസ്വരൂപിയായിട്ട് തന്നെ മക്കളായിട്ട് നോക്കിക്കേ, ഇപ്പൊ വന്നിരിക്കുന്ന ആരാ? ഗോപന്മാരൊക്കെ ജീവാത്മാക്കൾ, ഇതിപ്പോ പരമാത്മസ്വരൂപിയായിട്ട് വന്നിരിക്കുകയാണ് തൻ്റെ ഗൃഹങ്ങളിൽ. ഓരോ ഗോപികമാരുടെയും വീടുകളിൽ ഭഗവാൻ പരമാത്മസ്വരൂപിയായിട്ടാണ് വന്നിരിക്കുന്നത്. മക്കളൊക്കെ ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്ന എങ്ങനെ ജീവാത്മാക്കളായിട്ടായിരുന്നു, അല്ലേ. ആ പരമാത്മസ്വരൂപിയായിട്ട് ഓരോന്നിലും വെച്ച് വന്നുകൊണ്ടാണ് താന്താങ്ങളുടെ മക്കളാന്ന് അവർക്ക് തോന്നുന്നെങ്കിലും അതിലിരിക്കുന്ന പരമാത്മ സ്വരൂപമാണ് അവരെ ആനന്ദിപ്പിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് അറിയുന്നില്ലല്ലോ പാവങ്ങള്, അല്ലെ. അപ്പൊ ഭഗവാൻ ഇവരൊക്കെ ഇത് ആഗ്രഹിച്ചിരുന്നു. ഭഗവാൻ ഇങ്ങനെ ആത്മസ്വരൂപിയായിട്ട് വന്ന്, പരമാത്മസ്വരൂപിയായിട്ട് വന്നൊന്നു ഞങ്ങൾക്ക് പുണരണം, ആനന്ദം അനുഭവിക്കണമെന്ന് അവരുടെ മനോഭാവവും അറിഞ്ഞ് അവരെ കൂടെ അനുഗ്രഹിക്കുന്നതിനാണ് വേണ്ടിയിട്ടും കൂടെയാ ഭഗവാൻ ഇങ്ങനെ ലീല ആടിയത്. അപ്പൊ ഭഗവാന്റെ ലീല ബ്രഹ്മദേവനെ മാത്രം പഠിപ്പിക്കുന്നതിനല്ല, ഈ ആത്മസ്വരൂപികളായി ഇവർക്ക് ഈ ആനന്ദം പകർന്നു കൊടുക്കുന്നതിനും കൂടെ ആയിട്ടിരുന്ന. അങ്ങനെ ഭഗവാന്റെ ഈ മായാ നാടകം തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ആരും അറിയുന്നില്ല. എന്നുവെച്ചാൽ അവിടെ കൊണ്ടുപോയി വെച്ച് ബ്രഹ്മദേവന്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് ഒരു നിമിഷമായിട്ടുള്ളൂ. ഇവിടെ പക്ഷെ ഒരു കൊല്ലം ആകുന്നു, അല്ലേ. ഒരു കൊല്ലം ആകാൻ 5-6 ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോ ഇങ്ങനെ ബലരാമൻ നോക്കും. ബലരാമന് ഒരു സംശയം, വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും, ഗോപന്മാർക്കും പശുക്കൾക്കും ഒക്കെ ഇത്ര ആനന്ദ നിർവൃതിയിൽ ആറാടുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതെന്താ ഇതിന്റെ മായ എന്നിങ്ങനെ. അപ്പൊ ബലരാമൻ ഒരു സംശയം. ബലരാമൻ പശുക്കളെ നോക്കും, ഗോപന്മാരെ നോക്കും, എല്ലാവരും ആനന്ദ നിർവൃതി, ഇത്ര എന്തായാലും വരാൻ വഴിയില്ല, ഇതിലെന്തോ ഒരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ആ കാരണം ഈ വനഭോജന വേളയിൽ വനത്തില് ബലരാമൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഒരു ദിവസം ബലരാമൻ ഇങ്ങനെ നോക്കി. ബലരാമൻ പതുക്കെ ഗോവർദ്ധന പർവ്വതങ്ങൾ ഉണ്ടല്ലോ, ആ പർവ്വതത്തിന് മുകളില് നോക്കുമ്പോൾ അവിടെ പുല്ലു തിന്നുകൊണ്ടിരുന്ന പശുക്കള് പതുക്കെ ഒന്ന് താഴെ ഗോകുലത്തിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് തങ്ങളുടെ കുട്ടികളെ കണ്ടപ്പോൾ എന്ത് ചെയ്യോ, ഈ പശുപാലകന്മാരെ പോലും ചാവിട്ടി മെതിച്ച് അവരുടെ ആ കാലിക്കോല് കൊണ്ടൊന്നും തടഞ്ഞിട്ട് നിൽക്കുന്നില്ല, അവരെയൊക്കെ മറിച്ചിട്ട് തുള്ളി ചാടി അവര് ഈ താഴെ ഈ പശുക്കുട്ടികളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവയെ നക്കുന്നു, അല്ലെ, വാലുകൊണ്ട് ഉഴിയുന്നു. അത് അവരുടെ ആ ചെവി കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഇങ്ങനെ അവരെ ആപാത ചൂടം ഉഴിയുകയും നക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. അപ്പൊ അവര് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അവർ ഓടി വന്ന വഴികളെന്ന് വെച്ചാൽ ഭയങ്കര ദുർഘടം പിടിച്ച വഴികളാ, കല്ലും മുള്ളും കൽക്കണ്ട പോലെയുള്ള മൂർത്ത കല്ലുകളൊക്കെ ഉള്ളിടത്തു കൂടെയാണ് ഈ പശുക്കൾ ഓടുന്നത്. അവർക്ക് വഴിയൊന്നും നിശ്ചയം പോലും ഇല്ല. നോക്കണം, പർവ്വതത്തിന്റെ മേലെ നിന്ന് താഴേക്കുള്ള വരവാന്ന് ഓർക്കണം, അല്ലെ. നദികൾ ഒഴുകി വരുന്ന പോലെയാണ് ഈ പശുക്കിടാങ്ങളെ കണ്ടിട്ട് ആർത്തിയോടെ ഓടി വരുന്നത് എന്ന് പറയാം. ദുർഗമായ അത് ആ വിധത്തിലൊക്കെ ഓടി അവര് താഴ്വരയിലൊക്കെ എത്തി. അങ്ങനെ
അപ്പോഴത്തേക്ക് ഈ ഗോപന്മാർക്ക് ദേഷ്യം വന്നു. കാരണം പരിപാലിച്ചിട്ട് കേൾക്കാത്തവർ, അവർ വടിയും കൊണ്ടിട്ട് ഗോപന്മാര് പശുക്കളുടെ പുറകെ ഓടി വരികയാണ്. ക്രോധം പൂണ്ടിട്ട് ഓടി വന്ന ഗോപന്മാര് താഴെ നോക്കുമ്പോഴെന്താണ്, ഈ ഗോപാലന്മാരെ കണ്ട് അവരും അവരുടെ ഇന്ദ്രിയങ്ങളും അതിമോഹനമായിട്ട് വിസ്മയിച്ച് സ്തബ്ധരായിട്ട് അവരും മുഴുകിപ്പോയി. ഈ പ്രേമപ്ലുതമായിട്ടുള്ള ആ അന്തരീക്ഷം കണ്ട് അവരും അവരുടെ ക്രോധമൊക്കെ എവിടെയോ പോയി ദ്രവിച്ചു പോയി, അലിഞ്ഞു പോയതിന് മട്ടില് അവരും ആനന്ദ നിർവൃതിയിലായി. അവർ മറന്നുപോയി തങ്ങൾ പശുക്കളെ അടിക്കാൻ വന്നതെന്നൊക്കെ മറന്ന് അവരും അതിൽ നിൽച്ചു. നോക്കുക, അപ്പൊ വൃന്ദാവനത്തിലെ പ്രേമത്തിന്റെ ആ ഒരു വേലിയേറ്റം അല്ലെ അപ്പൊ ഇതുകൂടെ കണ്ടപ്പോ ഇങ്ങനെ ഈ ഗോപന്മാരിലും പശുക്കളിലുമുള്ള പ്രേമരൂപ വേലിയേറ്റം കണ്ടപ്പോൾ ബലരാമന് തോന്നി, ഇല്ല, ഇത് അസാധാരണമായ ഒന്ന് തന്നെയാണ്, ഇത് സാധാരണമല്ല, ഇതിലെന്തോ ഉണ്ട്, ഇത് ഈ കണ്ണന്റെ കളി തന്നെയാണ് എന്ന് പറഞ്ഞു. പതുക്കെ കണ്ണന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ കണ്ണ, താൻ പോലും ഈ പ്രേമ പ്രവാഹത്തിൽ ഒഴുകിപ്പോകുന്നു, ഞാൻ മുങ്ങി താഴുന്നല്ലോ കണ്ണ, എന്താണ് ഇതിന്റെ കാരണം, എനിക്കൊന്ന് പറഞ്ഞു തരൂ, ദയവായി പറഞ്ഞു തരണമെന്ന് പറഞ്ഞ സമയത്താണ് ആ മായ പ്രയോഗിച്ചത്. ഒരു സാധാരണ ദേവാസുരന്മാരാകില്ല. അപ്പൊ ഇത് ഋഷീശ്വരന്മാര് ചെയ്ത വിദ്യയല്ല, ഇത് കംസനയച്ച അസുരന്മാരാരും ചെയ്തതെന്നല്ല, ഇതിലെന്തോ ഉണ്ട്, ഇത് കണ്ണന്റെ മായയാണെന്ന് ആ ബലരാമേട്ടന് മനസ്സിലായി. ഏട്ടൻ ചോദിച്ചു, എന്താണിതിങ്ങനെ? അപ്പോ ആ ദേവ യജമാനനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇത് തൻ്റെ മായ തന്നെയാണ് ഏട്ടാ, ഇങ്ങനെ ഒരു കാര്യം ബ്രഹ്മദേവൻ ചെയ്തു, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഗോപന്മാരൊന്നും വിഷമിക്കാൻ പാടില്ല, അവരുടെ കുട്ടികളെ കണ്ടിട്ട്. പശുക്കൾ വിഷമിക്കാൻ പാടില്ല പശുക്കുട്ടികളെ കാണാതെ, അതുകൊണ്ടാണ് ഏട്ടാ ഞാനിങ്ങനെ ചെയ്തത്, ഇന്ന പോലെയാണ് സംഭവം എന്നൊക്കെ ബലരാമനോട് മാത്രം വിശദീകരിച്ചു. സന്തോഷായി, അതീവ സന്തോഷായി. അപ്പൊ ഇവിടെ ഭൂമിയിലോ നോക്കണം, 1 വർഷം ആയെങ്കിലും ബ്രഹ്മാവിന്റെ ഒരു ത്രുടി മാത്രമേ ഉള്ളൂ, ഒരു നിമിഷം കൺപോളെ ഇങ്ങനെ ചിമ്മുന്ന ഒരു ത്രുടി മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ബ്രഹ്മാവ് നോക്കി എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് താഴേക്ക് നോക്കിയപ്പോഴെന്താണ്, താൻ മായയാൽ മറച്ച ആ പശുക്കുട്ടികളും ഗോപാലന്മാരും അത്രയും ഒരെണ്ണം പോലും കുറയാതെ അത്രയും അവിടെയുണ്ട്, അതേപോലെ ഇവിടെയുണ്ട്. അപ്പൊ ബ്രഹ്മദേവൻ വിചാരിച്ചേ, ഇത് എങ്ങനെ, ഇതാരെങ്കിലും അടിച്ചോണ്ട് പോയോ ഞാൻ കൊണ്ടുവച്ചിടത്തുനിന്ന് എന്ന് നോക്കി. ശരി, പോയി നോക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഈ ഭൂമിയിലേക്കുള്ള നോട്ടം ഉപേക്ഷിച്ച് താൻ കൊണ്ടുവച്ച ബ്രഹ്മസാസ്ഥാനത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ അതുപോലെ എണ്ണത്തിലും ഭാവത്തിലും രൂപത്തിലും ആ ആഭരണാദികളിലായാലും വസ്ത്രങ്ങളിലായാലും ദിറ്റോ ആയിട്ട് അവിടെയും കാണുന്നു. ഒന്നുകൂടെ വന്ന് നോക്കി, തനിക്ക് എന്തെങ്കിലും മതഭ്രമം വെട്ടിയതാണോ എന്ന് വെച്ച് ഒന്നുകൂടെ തന്നും വന്ന് ഭൂമിയിൽ നോക്കുന്ന അവിടെ അങ്ങനെ തന്നെ കാണുന്നു. വീണ്ടും പോയി തൻ്റെ ആസ്ഥാനത്ത് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ തന്നെ 3 പ്രാവശ്യം തെക്ക് വടക്ക് ബ്രഹ്മദേവൻ ഇങ്ങനെ നടന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ, സെയിം ആയിട്ട് തന്നെ എല്ലായിടവും കാണുന്നുണ്ട്. അപ്പോ ഓരോ പ്രാവശ്യവും നോട്ടം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ബ്രഹ്മദേവന് തന്നെ മതി. അപ്പോൾ ഞാനപ്പോ ഈ കൊണ്ടുവച്ചത് ഏതാ, ഇതിലേതാ ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥമായിട്ടുള്ളത്, അതോ അവിടത്തോടതാണോ ഇത് തന്നെയാണോ അതും ഇതും ഒന്നല്ലേ? ഇനി ഞാൻ ഇവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണുന്നു, ഞാൻ കൊണ്ടുവച്ചപ്പോ ഇവിടേക്ക് വരുന്നതാണോ? ഇങ്ങനെ അദ്ദേഹം ഒരു മതിഭ്രമത്തിലായി പോയി. ഞാൻ കൊണ്ടുവന്നോന്ന് പോലുള്ള ഒരു ഡൗട്ടിലേക്ക് എത്തപ്പെട്ടു ബ്രഹ്മദേവൻ എന്ന് പറയാം. ഇതിലേത് യാഥാർത്ഥ്യം ഏതാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏവരാണോ മായാജന്യം എന്നറിയാതെ ബ്രഹ്മാവ് അങ്ങനെ വിഭ്രമത്തിന് അടിപ്പെട്ടു. അപ്പൊ സർവേശ്വരനായ ഭഗവാന്റെ അനന്തമായിട്ടുള്ള വൈഭവം കണ്ടിട്ട് ബ്രഹ്മദേവന് മനസ്സിലായി. പിന്നെ തൻ്റെ എന്താ പറഞ്ഞ ശാശ്വതമായിട്ടുള്ള ആ ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിലങ്ങോട്ട് ചിന്തിച്ച് ധ്യാനം ചെയ്ത സമയത്ത് മനസ്സിലാക്കി അത് അത്ഭുതാതരമായിട്ടാണല്ലോ കണ്ടത്. ബ്രഹ്മാവ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പശുക്കുട്ടികളും ഗോപാലന്മാരും
നീലമേഘ ശ്യാമള വർണ്ണത്തിൽ നിൽക്കുന്നു. ഇപ്പൊ ഭഗവാൻ കാട്ടിക്കൊടുത്തു. ശരി, ഇത്രയും വിഭ്രമിപ്പിക്കേണ്ട ഭാവം എന്ന് വിചാരിച്ചിട്ട് ശരി ആ യഥാർത്ഥത്തിലുള്ള കണ്ടുകട്ടെ എന്നൊന്ന് കാണിച്ചപ്പോഴാണ് ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്കുണ്ട് ഇവിടെ നോക്കിയവരെ ബ്രഹ്മദേവൻ കൊണ്ടുവച്ചവരെ നോക്കിയപ്പോഴും നീലമേഘ ശ്യാമ വർണ്ണത്തോട് കൂടിയിട്ട് എല്ലാ ഗോപാലന്മാരും പശുക്കുട്ടികളും അതേപോലെ തന്നെ ഭൂമിയിലുള്ളതിനെ നോക്കിയപ്പോൾ അവിടെയും അങ്ങനെ തന്നെ, മറ്റു വ്യത്യാസമില്ല. അങ്ങനെ വേണ്ട ആ ചതുർഭുജമായിട്ടുള്ള വിഷ്ണുരൂപം പ്രാപിക്കുന്നത് കണ്ട് അത്ഭുത സ്തബ്ധനായി നിന്നു. ഓരോ വിഷ്ണുവിനെയും ആ പര്യന്തമായിട്ടുള്ള എല്ലാ ആ മഹത്വം ഒന്നു മാത്രമല്ല, ഈ 24 തത്വങ്ങളും അടങ്ങിയ ആ ചതുർഭുജ ശംഖ് ചക്ര ഗദാ പത്മ രൂപധാരിയായിട്ട് നീലമേഘ ശ്യാമ വർണ്ണനായിട്ട് നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ കാണാൻ സാധിച്ചു. ഒരു തത്വം പോലും അതിൽ കുറവുമില്ല. 24 തത്വങ്ങളും ഒന്നിച്ചുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള വനമാലാദി കൗസ്തുഭാദികളൊക്കെയുള്ള ഒന്നിനും ഒരു കുറവില്ല. അങ്ങനെ കണ്ടിരിക്കുന്നു. അപ്പൊ കാലവും സ്വഭാവവും കാമവും കർമ്മവും ഒക്കെ എല്ലാ മഹത്വവും അടങ്ങിയിട്ടുള്ള ആ ഭഗവാൻ ഘടകങ്ങളെയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ എല്ലാം ഈ കർമ്മം കാലം ഒക്കെ മൂർത്തിരൂപം പ്രാപിച്ചിട്ടുള്ള ഓരോരോ വിഷ്ണു രൂപങ്ങളെയും കണ്ടു വാഴ്ത്തും. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ ഈ തത്വാദികൾ കാലം കർമ്മം കാമം സ്വഭാവം ഈ തത്വങ്ങളൊക്കെ തന്നെ ഭഗവാനെ വാഴ്ത്തുന്നതായിട്ട് കൂടെ കണ്ടു, പുകഴ്ത്തുന്നതായിട്ടും കണ്ടു. അങ്ങനെ താൻ അദ്വിതീയനാണെന്നുള്ള ഭാവം അസംഖ്യം ബ്രഹ്മദേവന്മാരെ കണ്ടപ്പോൾ അസ്തമിച്ചു. അപ്പോ ഈ ബ്രഹ്മദേവന് തൻ്റെ ആ ഇതൊക്കെ അസ്തമിച്ചു അല്ലെ. നോക്കുമ്പോൾ എന്താണെന്നറിയോ, എല്ലാം കാണിച്ചു കൊടുത്തു. പ്രപഞ്ചം മൊത്തം കാട്ടിയിട്ട് ബ്രഹ്മദേവൻ നോക്കുമ്പം അനേകം ബ്രഹ്മാത്മാക്കൾ. താൻ ആകെ 4 തലയുള്ള ബ്രഹ്മദേവനാണെങ്കിൽ അസംഖ്യം തലയുള്ള 1000 100 അങ്ങനെ 10,000 ലക്ഷക്കണക്കിന് തലയുള്ള ബ്രഹ്മദേവന്മാരെ ഒക്കെ കൂടെ ഇങ്ങനെ കണ്ട് ബ്രഹ്മദേവനാകെ എന്താ പറഞ്ഞേ എന്തൊക്കെയാണെന്നറിയാൻ വയ്യാതെ അത്ഭുത സ്തബ്ധനായിട്ട് നിന്നു. താൻ അടിമുടി ഒന്ന് വിറച്ചു ബ്രഹ്മദേവൻ എന്ന് പറയാം. എന്താ പേടി കൊണ്ട് മാത്രമല്ല, അത്ഭുത സ്തബ്ധനായിട്ടും ആ ഭഗവാന്റെ അതിശയകരമായിട്ട് മഹിമയെ ഓർത്തിട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ ഉൾപ്പുളകാണോ വിറവലാണോ ആനന്ദാശ്രുവാണോ ഒന്നും അറിയില്ല അദ്ദേഹത്തിന്. തൻ്റെ യുക്തിക്ക് അതീതനാണ് സർവേശ്വരൻ എന്ന ബോധം അപ്പോഴുദിച്ചു. ബ്രഹ്മദേവൻ ഉദിച്ചു. കൃഷ്ണൻ തൻ്റെ മായയെ പിൻവലിച്ചു. അപ്പോഴത്തേക്ക് മതി, അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹം വിറയ്ക്കുന്ന ആലില പോലെ വിറയ്ക്കാണ് കിടുകിടുകിടാന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭഗവാൻ തൻ്റെ ആ മായയും കൊണ്ട് മറച്ചു. ഇപ്പോൾ എല്ലാം പഴയതുപോലെ ഇങ്ങനെ കാണപ്പെട്ടു. അപ്പോഴത്തേക്ക് ബ്രഹ്മദേവൻ വിനയാന്വിതനായിട്ട് ഭഗവാനെ വാഴ്ത്താൻ തുടങ്ങിയ ബ്രഹ്മദേവൻ അങ്ങനെ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ തൻ്റെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മദേവൻ തൻ്റെ ആ എന്താ പറഞ്ഞ ഹംസത്തിന്റെ മേലിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ദൃഷ്ട്വാത്വരേണ നിജധോരണോധോ അവതീര്യ പൃഥ്വ്യാം വപു കനകദണ്ഡമിവാഭിപാത്യ എന്താ പറഞ്ഞ സൃഷ്ട്വാ ചതുർമുകുടകോടി അംഗ്രിയുഗ്മം നത്വാ മൃദശ്രുജല ജലൈരാകൃതാഭിഷേകം. ഇത് കണ്ടിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? തൻ്റെ ഹംസവാഹനത്തിൽ നിന്ന് ഉടൻ അങ്ങോട്ട് താഴെ ചാടി ഇറങ്ങിയിട്ട് വന്നിട്ട് ഒരു സ്വർണവടി വീണാൽ എങ്ങനെയാ കിടക്കുക നമ്മൾ ചിന്തിച്ചു നോക്കുക. ദണ്ഡ നമസ്കാരം, അങ്ങനെ ഒരു വടി വീഴുന്ന പോലെ വീണിട്ട് ഭഗവാന്റെ പാതാര ബിന്ദങ്ങളില് ഒരു വടി പോലെ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. സ്വർണ വടി നിലംപതിക്കുന്നത് പോലെ തൻ്റെ 4 ശിരസ്സുണ്ടെന്ന് ഓർക്കണം. ഒരു ശിരസ് ഏത് ശിരസ് വെച്ചിട്ടാണ് ആ പാദത്തിലൊന്ന് മുട്ടിക്കുക? 4 ശിരസും വെച്ച് മുട്ടിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ 4 കിരീടങ്ങളും ഒക്കെ കിരീടത്തിന്റെ മുനകളാലൊക്കെ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളെ സ്പർശിച്ച് ആ നിലം പതിച്ചിങ്ങനെ കിടക്കുന്നു. എന്നിട്ട് തൻ്റെ ശിരസ് അന്യോന്യമൊക്കെ മാറി 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 കൊണ്ട് ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളില് പ്രണമിച്ചു. ആ പ്രണാമങ്ങളൊക്കെ അർപ്പിച്ച ബ്രഹ്മാവ് കൃഷ്ണന്റെ പാദങ്ങളെ തൻ്റെ സന്തോഷ അശ്രുകൾ കൊണ്ടിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയാണ്. നത്വാ മുത അശ്രു സുജലൈ അശ്രുണ സന്തോഷാശ്രുക്കളാകുന്ന ജലം കൊണ്ടിട്ട്
ആകൃത ചെയ്തു, അഭിഷേകം ചെയ്തു എന്ന് പറയാണ്. മനസ്സിലായി അല്ലേ? എല്ലാം മനസ്സിലായി. ബ്രഹ്മദേവന് വടിപോലെ നിലത്ത് വീണ് ഭഗവാനെയൊക്കെ നമസ്കരിച്ചിട്ട് ആ ബ്രഹ്മാവിന് സ്വർണ്ണ നിറമായത് കൊണ്ട്, അതുകൊണ്ടാണ് സ്വർണ്ണ നിറം വടി പോലെ എന്ന് പറയുന്നത്, സ്വർണ്ണ വടി വീണതുപോലെ എന്ന് പറയുന്നത്, സ്വർണ്ണ നിറം ആയതുകൊണ്ടിട്ട്. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ അദ്ദേഹം സ്വർണ്ണദണ്ട് വീണ് കിടക്കുന്നത് പോലെ തോന്നിച്ചു എന്നാ പറയുന്ന മഹാത്മാക്കള്. ഉന്നതനായ വ്യക്തിയുടെ മുന്നിൽ വടിപോലെ വീണ് പ്രണമിക്കുമ്പോൾ അതിനെ നമ്മൾ ദണ്ഡ നമസ്കാരം എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ വീഴുക തന്നെ വേണം അല്ലേ? ഭഗവാൻ പറഞ്ഞാൽ പോരാ, വീഴുക തന്നെ വേണമെന്നൊക്കെ കാണിച്ചു കൊടുക്കണം. ബ്രഹ്മാവ് വീണ് ആ കൃഷ്ണന്റെ പാദപങ്കജങ്ങളെ തൻ്റെ നെറ്റിയാൽ സ്പർശിച്ച് ആനന്ദ നിർവൃതി പൂണ്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ണീർ പ്രവാഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾക്ക് അഭിഷേകമായി. അപ്പോൾ അതിനു മുൻപ് ബ്രഹ്മദേവന് തോന്നി തൻ്റെ മുന്നിൽ ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് പ്രത്യക്ഷമായിരിക്കുന്നത് മനുഷ്യക്കുഞ്ഞല്ല ഇത്. ആദ്യം അതാണല്ലോ തോന്നിയത്. തോന്നൽ അവിടെ തൊട്ട് നമുക്ക് തോന്നിയല്ലേ, ഈ മനുഷ്യക്കുഞ്ഞായിട്ടുള്ള പുറകെ ആ ഒരു കുട്ടിയുടെ പുറകെയാണോ ഇത്രയും ഗോപന്മാർ ഇങ്ങനെ വാത്സല്യം കാണിക്കുന്നതെന്നൊക്കെയാ തോന്നിയത്. ഇപ്പൊ മനസ്സിലായി അതൊരു മനുഷ്യക്കുഞ്ഞല്ല അല്ലേ, സാക്ഷാൽ പരമസത്യമാണ് അത് എന്ന് മനസ്സിലായി. പരബ്രഹ്മമാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്നൊക്കെ പറയുന്ന ആ ഭഗവാൻ തന്നെയാണ്. ആ പരമദിവ്യോത്ത പുരുഷൻ നര ആകൃതി പൂണ്ടിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ അദ്ദേഹം മനുഷ്യന്റെ സാദൃശ്യം വഹിക്കുന്നു എങ്കിലും ഭഗവാന്റെ ആ ചതുർഭുജ രൂപിയായിട്ടുള്ള ഭഗവാൻ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ചതുർഭുജനല്ല, നാരായണ ചതുർഭുജനാണ്. പക്ഷേ പരമദിവ്യോത്ത പുരുഷൻ മനുഷ്യന്റെ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാന് മനുഷ്യരൂപമൊന്നും ഇന്ന ആകൃതി എന്ന് ഇന്ന രൂപമൊന്നൊന്നുമില്ല. ഏതും എപ്പോഴും എവിടെയും എങ്ങനെയും എന്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ആ ഗോപാലന്റെ രൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സർവ കാരണങ്ങൾക്കും കാരണമായ പരബ്രഹ്മമാണെന്നും എന്നാൽ ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് വന്നിരിക്കുന്ന ആണെന്നും കയ്യിലൊരു ചോറുരുളയായി വൃന്ദാവനത്തിൽ തിരിയുകയാണെന്നും ഒക്കെ ബ്രഹ്മാവിന് ഇപ്പൊ മനസ്സിലായി. ബ്രഹ്മാവ് കണ്ടു. അത്ഭുത സ്തബ്ധനായിട്ടുള്ള ബ്രഹ്മാവുടനും ആണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ പോവാണ്, താൻ ചിന്തിച്ചതും കണ്ടതും ഒക്കെ ആയിട്ട്. അപ്പോ അപ്പൊ നോക്കുമ്പോ ഈ ബ്രഹ്മനൊന്നും സാധാരണയായിട്ട് ഈ ദേവന്മാര് ഭൂമിയെ സ്പർശിക്കാറില്ല. പക്ഷെ ദേവനുള്ള അഭിമാനമൊക്കെ വെടിഞ്ഞ് ബ്രഹ്മാവ് ദാ നിലത്തിപ്പോ ദണ്ഡ നമസ്കാരം ചെയ്ത് കിടക്കുന്നു. എവിടെ ഇരുന്നവർ ഏത് തരത്തിലേക്ക് വന്നു എന്ന് നോക്കുക അല്ലെ. ബ്രഹ്മദേവൻ എങ്ങനെയാ കിടക്കുന്ന ദണ്ഡ നമസ്കാരം ചെയ്ത്. ഇവരൊന്നും ഭൂമിയിൽ തൊടില്ല ഈ ദേവന്മാരൊക്കെ. അങ്ങനെ ആ സ്വയം തൻ്റെ ഇതെല്ലാം വെടിഞ്ഞിട്ട് സ്വയം അഹം ഒക്കെ അഭിമാനവും അഹവും ഒക്കെ വെടിഞ്ഞിട്ട് ബ്രഹ്മാവത നിലത്ത് വീണിപ്പോ കൃഷ്ണനെ വണങ്ങി ഭഗവാന്റെ പാദാബ്ജങ്ങളില് അശ്രുധാരയായ കൊണ്ടിട്ട് അഭിഷേകവും ചെയ്യുന്നു. അപ്പം അങ്ങനെ എല്ലാ ദിശകളിലും അദ്ദേഹത്തിന്റെ ബുദ്ധിയും എല്ലാ ദിശകളിലും പ്രവർത്തിക്കുന്നു. എങ്കിലും അദ്ദേഹം സർവവും കുട്ടിയായ കൃഷ്ണന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു. ബ്രഹ്മാവ് അങ്ങനെ കൃഷ്ണന്റെ പാദങ്ങളെ കണ്ണുനീരിൽ കൊണ്ട് കഴുകി ആ കണ്ണുനീർ ശുദ്ധീകരിക്കപ്പെട്ടതായിരുന്നുവെന്ന് ഭക്തിയുടെ സാന്നിധ്യം ഉണ്ടായാൽ എല്ലാം പവിത്രമാക്കപ്പെടും. സർവോപാധി വിനിർമുക്തം എന്നാണ് പറയുന്നത്. അതിനാൽ ബ്രഹ്മാവിന്റെ കരച്ചില് ഭക്ത്യാനുഭവമായി. ശരിക്കും അദ്ദേഹം കരയാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഈ കരച്ചിലുണ്ട്. പല പല തരത്തിലുള്ള കരച്ചിലുണ്ട്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി, താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള കരച്ചില് മാത്രമല്ല, ഭഗവാന്റെ മഹിമാനങ്ങൾ ഓർത്തിട്ട് ഇത്ര അത്ഭുതപരമായിട്ടുള്ള പരമസത്യമായിട്ടുള്ള ഭഗവാന്റെ തന്നോടുള്ള ആനന്ദം, തന്നോടുള്ള ആ ഒരു എന്താ പറയുന്ന ആ കാരുണ്യം ഒക്കെ മനസ്സിലാക്കി, തന്നെ ഇതൊക്കെ മനസ്സിലാക്കി തന്നില്ലേ എന്നുള്ള, അപ്പൊ തന്നോടുള്ള ആ കാരുണ്യം ഇതെല്ലാം ഓർത്തിട്ട് പലവിധ വികാരത്തിലൊക്കെ ആണ് അദ്ദേഹത്തിന്റെ കണ്ണീരൊഴുകിയത്. അപ്പോൾ ഒരു സുജലൈ എന്ന് പറയാൻ കാരണമാണ് അദ്ദേഹത്തിന്റെ ആ കണ്ണീർ പ്രവാഹത്തിന് സുജലൈ എന്നാണ് ഭാഗവതം പേരിട്ട് വിളിക്കുന്നത്. ശുദ്ധ ജലമായിട്ടുള്ള അത്രയ്ക്ക് പരിശുദ്ധമായിട്ടുള്ള കണ്ണീര് കൊണ്ടിട്ടാണ് കഴുകിയെന്ന് പറയാം. അപ്പൊ അതിൽ കളങ്കം ഇല്ല. അത്രേ കളങ്കം ചെറുതായിട്ട് വന്നതിനൊക്കെ ഭഗവാൻ കഴുകി കളഞ്ഞിട്ട് ഇപ്പൊ ശുദ്ധസത്വത്തിലായി. അദ്ദേഹം ശുദ്ധമായ മനസ്ഥിതിയിലായി. ഇപ്പൊ കഴുകിയിരിക്കുന്ന ഈ കണ്ണുനീരെന്ന് പറയുന്നത് ശുദ്ധ ഗംഗാജലം പോലെ പരിശുദ്ധമാണ്. അതെല്ലാം പരിശുദ്ധമാക്കപ്പെടുന്ന സർവോപാധി വിനിർമുക്തം എന്ന് പറയാൻ കാരണം അതിനാൽ ബ്രഹ്മാവിന്റെ കരച്ചില് ഭക്തി അനുഭവമായിട്ട് മാറി.
അല്ലെ, അതീന്ദ്രിയമായിട്ടുള്ള പ്രേമ നിർവൃതിയുടെ പരിണാമമായിട്ട് മാറി. അല്ലെ, ഈ ബ്രഹ്മമോഹനം എന്ന കഥ കേൾക്കുമ്പോ അല്ലെ, ബ്രഹ്മദേവനാണത് അനുഭവപ്പെട്ടെങ്കിലും നമുക്കും എത്രത്തോളം ആനന്ദമാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുക. അല്ലെ, ഈ ബ്രഹ്മമോഹനം അതീവ മോഹനായിട്ടുള്ള ഇങ്ങനെ നൗമീഢ്യതേ ആഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതംസം പരിപിശ്ചല സന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണ വേണു ലക്ഷ്മി ശ്രീയേ മൃദുപദേ പശുപാങ്കജായ എന്ന് ചൊല്ലിക്കൊണ്ടാണ് സ്തുതിച്ചത്. നീ പ്രധാന വീണു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ സ്തുതിച്ചതുകൂടെയുണ്ട് അല്ലേ. അതാണ്ട് താഴെ എങ്ങനെ കണ്ടുപോ, താൻ എങ്ങനെയാണോ താഴെ ഓരോന്ന് കണ്ടത് അങ്ങനെ ആ വനഭോജനത്തിന് ഭഗവാൻ എന്താ പറഞ്ഞത്, ഗുജാമൃതം പരിപിശ്ചല സന്മുഖായ വന്യസൃജെ കപളവേത്ര വിഷാണ വേണു. ആ കയ്യില് ഉരുളയും പിടിച്ചിട്ട് വൃന്ദാവന കൃഷ്ണനെ അതേപോലെ തന്നെ സ്തുതിച്ചിട്ടാണ്. അപ്പൊ നമ്മൾക്കറിയാം ഓരോരുത്തരും ഓരോ തരത്തിലാ സ്തുതിക്കുക അല്ലെ. ഭീഷ്മപിതാമഹൻ പാർത്ഥസാരഥി രൂപത്തില് സമയമായെങ്കിലും പറയണം. അതിന് അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുന്ന ആ പാർത്ഥസാരഥി രൂപത്തിൽ അല്ലേ, ഇടത് കടിഞ്ഞാണും പിടിച്ച് ആ കുതിരകളെ നയിക്കുന്ന ആ രൂപത്തിലുള്ള ധ്യാനമാണ് ഭീഷ്മ പിതാമകൻ നിന്ന് ആനന്ദിച്ചത്. തൻ്റെ തേർത്തട്ടിൽ നിൽക്കുമ്പോഴും അസ്ത്രങ്ങൾ ഓരോന്നായിട്ട് മുറിവേൽക്കാനുള്ള അസ്ത്രങ്ങളാണ് അമ്പെയ്തുകൊണ്ടിരുന്നതെങ്കിലും അതെല്ലാം പൂജാപുഷ്പങ്ങളായിട്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അവിടെ യുദ്ധോന്മുഖനായിട്ട് നിന്ന ഭീഷ്മപിതാമകനല്ല, തൻ്റെ ഓരോ അസ്ത്രങ്ങളും പൂജാപുഷ്പങ്ങളായിട്ട് അർപ്പിക്കുകയായിരുന്നു ചെയ്തത്. സൈന്യാധിപനായിട്ട് ഭീഷ്മദേവൻ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ മുന്നിൽ വന്ന് നിന്നത് തന്നെ ഈ പാർത്ഥസാരഥി രൂപത്തിൽ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ തോർക്കും ദുര്യോധനാദികളുടെ ആജ്ഞ കേട്ടിട്ട് യുദ്ധത്തിന് വൈരാഗ്യത്തോട് വന്ന് നിന്നു എന്ന്. ഒരിക്കലുമല്ല, ഭഗവാനെ അത്രത്തോളം കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ യുദ്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു വന്നതും ഒക്കെ. ആ പുഷ്പങ്ങളായിട്ടാണല്ല അസ്ത്രങ്ങളും അമ്പയച്ചതും ഒക്കെ അങ്ങനെയുള്ള ഒരു ആരാധനയായിരുന്നു അവിടെ നിന്നത്. യുദ്ധമല്ല, മാനസികമായിട്ടുള്ള ആരാധന. പുറമേ നിന്ന് നോക്കുന്നവർക്ക് യുദ്ധവുമായിട്ട് അനുഭവപ്പെട്ടു. ഇതെല്ലാം ഭഗവാൻ ആശീർവാദത്തോടു കൂടിയിട്ട് ഏൽക്കുകയും തിരിച്ച് ആശീർവദിക്കുകയും ചെയ്തു. ആനന്ദത്തോടുകൂടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആശീർവദിക്കുകയും ചെയ്തു. ആ പാർത്ഥസാരഥി രൂപമാണ് യുദ്ധക്കളത്തിൽ ശരശയ്യയിൽ കിടക്കുമ്പോഴോ ഞാൻ ഭജിക്കുന്നത് കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓരോ കുന്തിദേവി ആ മരയുരലിൽ കെട്ടിയിട്ടപ്പോൾ, യശോദാമ കെട്ടിയിട്ടപ്പോൾ ആ കണ്ണീരൊക്കെ ഇങ്ങനെ കലക്കിയിട്ട് അല്ലേ, ആ കണ്ണീര് ആ കൺമഷി ഒക്കെ പടർന്നിട്ടുള്ള ആ ചുണ്ടൊക്കെ ഇങ്ങനെ വിതുമ്പി ഭയത്തെ അഭിനയിക്കുന്ന, ഭയം പോലും പേടിച്ചോടുന്ന ഭഗവാൻ അല്ലേ. ഭയം പോലും പേടിച്ചു പോകും, ഭഗവാനെ കണ്ടാൽ പേടിച്ച് ഭയന്ന് ഓടിപ്പോകും. അങ്ങനെയുള്ള ഭഗവാൻ ദാ ചുണ്ടൊക്കെ ഇങ്ങനെ പിളർത്തി വിറവല് പൂണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ണുനീരും തിരുമി നിൽക്കുന്ന ആ കണ്ണനെ ഓർക്കുന്നു കുന്തി മഹാറാണി അല്ലെ. ഇവിടെ നോക്കൂ, ബ്രഹ്മദേവൻ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഓർക്കാനുണ്ട് ഓരോ മഹത് ഭക്തന്മാർക്കും. നമ്മളും ഇതിൽ അനേകം രൂപങ്ങളിലുള്ളത് ഏതെങ്കിലുമൊക്കെ ഭഗവാന്റെ ഓർക്കണം, ഓർത്ത് ഭജിക്കണം, ഓർത്ത് മനസ്സിൽ എപ്പോഴും വെക്കാൻ അനേക രൂപ ഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട്. ഭഗവാൻ വ്യക്തി രൂപം ഇല്ലാത്തവനൊന്നുമല്ല, നിർവ്യക്തിക രൂപത്തിലൊന്നുമല്ല എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ ഭാഗവതം വായിക്കുമ്പോൾ. അങ്ങനെ ആ ഉരുളയും പിടിച്ച് ആ മയിൽപ്പീലിയൊക്കെ ചാർത്തി കൊമ്പും കാലിക്കോലും കുഴലും വേണുവായിട്ടൊക്കെ ഊതി അങ്ങനെ ആ കാലിക്കോല് കക്ഷത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ വൃന്ദാവന ഭോജനത്തിന് വൃന്ദാവന കൃഷ്ണൻ എന്ന് തന്നെ പറയുന്നതാണ്. ആ കാലികളെ അന്വേഷിച്ചു പോകുന്ന ആ കണ്ണനെയാണ് ബ്രഹ്മവതാണല്ലോ കണ്ടത്, ആ പോക്കാണല്ലോ കണ്ടത്. അതിങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ആ ഭാഗത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ലക്ഷ്മി ശ്രീയേ മൃദുപദേ പശുപാങ്കജയെ അങ്ങനെ ആ രൂപത്തെയാണ് സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഭഗവത് സ്തോത്രം ആരംഭിക്കുന്നത്. അങ്ങനെ ബ്രഹ്മസ്തുതി നമ്മൾ ഇത് അറിഞ്ഞിട്ടുള്ള എന്താ പറയുക അല്ലെ, ബ്രഹ്മസ്തുതി ഉണ്ടല്ലോ. ഈ ചിന്താമണി അതല്ലേ, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹനാദിരാത് ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിന്താമണി
ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്ത ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി തം അഹം ഭജാമി. അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ചിന്താമണിയായിട്ടുള്ള അല്ല അനേകം ലക്ഷ്മികളായിട്ടുള്ള പരിലസിക്കുന്ന അവരൊക്കെ സേവ ചെയ്യുന്ന ഭഗവാൻ. അങ്ങനെ കുറേ ഉണ്ട് ബ്രഹ്മസ്തുതി. അങ്ങനെ ആ ബ്രഹ്മസ്തുതിയെ ഒന്നുകൂടി യഥാർത്ഥമാക്കിയിരിക്കുന്നു ഇവിടെ. അങ്ങനെ പാതി കഴിഞ്ഞ ഉരുളയാണ് കയ്യിലെടുത്ത് കയ്യിൽ എന്നത് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രീമദ് നാരായണീയത്തിലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും അതിമനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഈ അജ്ഞേയമായിട്ടുള്ള മഹിമയെ പറ്റിയും അറിയാൻ ശ്രമിക്കുന്നതിൽ ശുഷ്കമായിട്ടുള്ള ജ്ഞാനത്തെക്കാള് നമുക്ക് വേണ്ടത് ആർദ്രമായിട്ടുള്ള ഭക്ത വിനിമയമാണ് അല്ലേ. ഭക്തവിനയങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ ഭക്തവിനയത്തോന് നമുക്ക് ഭക്തി കൊണ്ടിട്ട് ഒരു വിനയമുണ്ടാകാൻ സഹായമാകുന്നതാണ് ഈ ബ്രഹ്മദേവന്റെ അനുഭവം. അപ്പൊ ആ അനുഭവത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ തെറ്റ് എങ്ങനെ പൊറുക്കുമോ അതുപോലെ തൻ്റെ ഈ അല്പജ്ഞാനമായിട്ടുള്ള തൻ്റെ അപരാധം ക്ഷമിക്കണമേ എന്ന് ആ ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിച്ചുകൊണ്ട് അല്ലേ. കുഞ്ഞുങ്ങളുടെ തെറ്റൊക്കെ അമ്മമാര് അച്ഛന്മാരും പൊറുക്കില്ലേ, അതുപോലെ അങ്ങയുടെ കുഞ്ഞാണ് ഞാൻ. ആ കുഞ്ഞിൻ്റെ തെറ്റ് അവിടുത്തെ എൻ്റെ മാതാവും പിതാവുമായിട്ടുള്ള അങ്ങ് പൊറുക്കണം. എനിക്ക് ചെറിയൊരു അഹം തോന്നിപ്പോയി, ഇതൊക്കെ കഴുകി കളഞ്ഞിരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകത്തോടെയാണ് ആ സുദീർഘമായിട്ടുള്ള സ്തുതി. ഒരിക്കലും അവസാനിക്കാത്ത ആ സ്തുതി അവസാനിപ്പിച്ചത് തന്നെ. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷധായിൻ ക്ഷ്മാ നിർജരദ്വിജശോധതികാരിൻ ഉദ്ധർമ്മ ശാർവരഹര ഷിതിരാക്ഷസദ്ഭൃഗാ കൽപ്പമാർക്കമഹൻ മർഹൻ ഭഗവൻ നമസ്തേ. ഇത്രയൊക്കെ ചൊല്ലി ആ ഭഗവാനെ 3 വട്ടം പ്രദക്ഷിണമൊക്കെ ചെയ്ത് വീണ്ടും 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 തൊഴുതു വണങ്ങിയിട്ട് ഒന്നും മതിയാവുന്നില്ല. പ്രദക്ഷിണം വെച്ച് താണു വണങ്ങി ബ്രഹ്മാവ് ആശീർവാദം കൊടുത്തു. അങ്ങയുടെ തെറ്റൊക്കെ മനസ്സിലായല്ലോ, അങ്ങൊന്നും വിഷമിക്കണ്ട. അങ്ങ് മന്ദഹാസം, ഭഗവാന്റെ ആ മന്ദഹാസം മാത്രം ലാസ്റ്റുള്ള ഒരു സൈഡ് കോണിയിട്ടുള്ള ഒരു മന്ദഹാസം കൊടുത്തപ്പോഴത്തേക്ക് ബ്രഹ്മദേവൻ അങ്ങനെ ആനന്ദ നിർവൃതിയിൽ സർവശാന്തനായിട്ട് സ്വധാമത്തിലേക്ക് മടങ്ങി. അപ്പോൾ ബ്രഹ്മമായയ്ക്ക് അധീനമായിട്ടുള്ള പശുക്കുട്ടികളോടും ഗോപാലന്മാരോടും ഭഗവാന് തിരികെ ഇങ്ങനെ അവരെ കൊണ്ടുവന്നു. ഇപ്പോഴെ രംഗം പഴയതുപോലെ തന്നെയായി. കുട്ടികളാരും 1 വർഷം കടന്നുപോയതോ ഇങ്ങനെ ഈ വത്സേ നടന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉല്ലാസമായിട്ട് അവരാ ഊണ് കഴിച്ചതുപോലെ തന്നെ ഊണ് കഴിച്ചവര് വ്രജത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ആ അഘാസുരന്റെ 1 കൊല്ലം പഴയതാകിയായിട്ടുള്ള ആ ചർമ്മം ഉണ്ടല്ലോ, ആ തോല് ആ കുട്ടികൾ അപ്പോഴും അവിടെ കിടക്കുന്ന കണ്ടതാണ്. അപ്പൊ ഇതെന്തൊരു അത്ഭുതമാണെന്ന് അവര് വിചാരിച്ചതല്ലാതെ പാവം കഥയൊന്നും അതുങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ വീടുകളിൽ എത്തിയപ്പോഴത്തേക്കാണ് അവര് ഈ അഘാസുരനെ ഞങ്ങളുടെ കണ്ണൻ ഇങ്ങനെയൊക്കെ വധിച്ചു അമ്മേ, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത കഥകളൊക്കെ ഉണ്ടായി എന്ന് വീട്ടിലുള്ളവരോടൊക്കെ അവരപ്പോഴ് പറയുന്നത്. അപ്പൊ അവർക്കും മനസ്സിലായിട്ടില്ല, വീട്ടിലുള്ളവർക്കും മനസ്സിലായില്ല ഇവർ 1 വർഷമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതൊന്നും. അപ്പൊ നോക്കൂ ഭഗവാന്റെ അത്ഭുത ലീലകള് ഓർക്കുക. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ആ ഗോപാലന്മാരോടൊത്ത് കളിച്ചതും അഘാസുരന് മോക്ഷം നൽകിയതും അങ്ങനെ യമുനാ നദിയുടെ ആ ഹരിതാഭയാർന്ന തീരങ്ങളിൽ ഉല്ലസിച്ച് നടന്നതും ആ സച്ചിദാനന്ദ രൂപം പ്രകടിപ്പിച്ചതും ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചതും ആയ ഈ സൽചരിതം ആര് ശ്രവിക്കുന്നുവോ അവരുടെ സമസ്ത അർത്ഥങ്ങളും നിറവേറ്റും എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഫലശ്രുതിയോടെയാണ് ശ്രീ ബ്രഹ്മർഷി ഈ ബ്രഹ്മമോഹനം എന്ന് പറയുന്ന ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ശ്രീകൃഷ്ണ കഥ സമർപ്പിച്ചത്. അങ്ങനെ അഖിലാർത്തിഹരനായ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ബ്രഹ്മമോഹനം ആനന്ദകരമായിട്ട് നിർവൃതിയിലൊക്കെ അനുഭവപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരും ഇത് ഓർത്ത് ഇടയ്ക്കൊക്കെ ഓർക്കുക ഈ ബ്രഹ്മമോഹനത്തെ കുറിച്ച്. അപ്പോൾ അഹം എന്ന ഭാവം ആർക്കും നന്നല്ല.
അത് ഉണ്ടാവാതിരിക്കാൻ ഭഗവാനെ നിരന്തരം തൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ടൊക്കെ സമർപ്പിച്ച് ഭജിക്കുക, ഭഗവത് സേവനം ചെയ്യുക, നാമജപാദികളിലൂടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നിത്യേന നടത്തുക. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഇതുപോലെയുള്ള ബ്രഹ്മമോഹന അവസ്ഥകൾ, അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ഉള്ളിലും പ്രത്യക്ഷപ്പെടും. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടും അത് അനുഭൂതിയിലേക്ക് വന്നു ചേരും. എല്ലാവർക്കും അതിനൊക്കെയുള്ള മാർഗം തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിനീത നമസ്കാരം. എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുഭൂതന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഹരേ കൃഷ്ണ. ഹരി ബോൽ. സർവ കൃഷ്ണാർപ്പണമസ്തു. ഹരി ബോൽ. ഹരേ കൃഷ്ണ.